ഇന്റർ മയാമി ക്ലബ് വേൾഡ് കപ്പിന്റെ നമ്മുടെ കമ്മിറ്റി ടീം എന്നറിയപ്പെടുന്ന ടീം തോൽക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ സ്പോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. യെസ്, മെസ്സിയും ഇന്റർ മയാമിയും ആദ്യ മത്സരത്തിൽ തന്നെ തോൽക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇനി അല്ലാന്നൊന്നും പറയേണ്ട, കമന്റ് സെക്ഷനിൽ പോലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തായാലും ഈജിപ്തിൻ പവർ ഹൗസ് ആയിരുന്ന അൽ ഹൈലിയെ പിടിച്ചു നിർത്താനായിട്ട് ഇന്റർ മയാമിക്ക് പറ്റി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എസ്പെഷ്യലി അവർക്കൊരു പെനാൽറ്റി കിട്ടിയിട്ട് അതും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ എന്തൊക്കെ വന്നാലും ശരി ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു സ്പിരിറ്റിൽ തന്നെയായിരുന്നു ഇന്റർ മയാമി. ഫസ്റ്റ് ഹാഫിൽ ഇന്റർ മയാമിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദേ വർ ബെറ്റർ എന്നുള്ളതാണ്. വിന്നിംഗ് പ്രോബബിലിറ്റി എല്ലാം അൽ ഹൈലിക്ക് ആയിരുന്നെങ്കിലും കളി സമനിലയിൽ നിർത്താനായിട്ട് ആർക്ക് പറ്റി എന്നുള്ളതാണ്, ഇന്റർ മയാമിക്ക് പറ്റി എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഇന്റർ മയാമിയെ പോലത്തെ ഒരു ടീമിന് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഇനിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ആ ഗ്രൂപ്പിൽ ഒരു ഇച്ചിരി കൂടെ ടൈറ്റ് ആവും കാര്യങ്ങൾ. പക്ഷേ ഇനിയുള്ള മത്സരങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം കിടിലൻ ടീമും ആയതുകൊണ്ട് തന്നെ ഇപ്പം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പേടിക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം.